Hi, bolo. Hi, hi, hi. Happy Diwali, guys. Hi. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളൊരു ദീപാവലി വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ പേര് തന്നെ ഹരിയാനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദീപാവലി ആഘോഷിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. ഏതാണ്ട് 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി ആഘോഷമാണ് ഇവർക്ക് ദീപാവലി എന്ന്. ഏതാണ്ട് നമ്മുടെ ഓണമൊക്കെ പോലെ. എന്തായാലും ലേറ്റായിട്ട് വന്ന ഈ ഒരു പോസ്റ്റ്, അതായത് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്ന ദീപാവലിയുടെ എന്നാലും ഇത് പോസ്റ്റ് ചെയ്യുന്നത് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും ഒരു ഹാപ്പി ദീപാവലി എല്ലാവർക്കും കേട്ടോ. രണ്ട് സൈഡിലും സ്വീറ്റ്സും അതുപോലെ തന്നെ അലങ്കരിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം ഞാൻ പോയത് ഈ ഒരു മോളിലാണ് കേട്ടോ. മോളല്ല, മാൾ. അത് സംഭവം എന്താ വെച്ചാൽ സിനിമ കാണാൻ വേണ്ടി പോയിട്ടുള്ളതായിരുന്നു. ഇതാണ് എൻ്റെ 2 മക്കൾ. എങ്ങനെയുണ്ട് ഇവരുടെ ഡ്രസ്സ്? സൂപ്പർ അല്ലേ? അതായത് ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള സ്കൂളിൽ ഫംഗ്ഷൻ എടുത്തിട്ടുള്ള ഡ്രസ്സാണ്. സൂപ്പർ അല്ലേ? പട്ടി ചന്തയ്ക്ക് പോവുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംഭവം അത് തന്നെയായിരുന്നു. പട്ടി ചന്തയ്ക്ക് പോവുക മീൻസ് വേറെ ഒന്നുമല്ല, അവിടെ ചെന്ന് ടിക്കറ്റ് എല്ലാം എടുത്തിട്ടാണ് പോയത്. ടിക്കറ്റ് ചെറുതായിട്ടൊന്ന് മാറി, 24 ആയിപ്പോയി. ഈ മനുഷ്യനെ ഞാൻ എന്തോ ചെയ്യണം നിങ്ങൾ പറ. പിന്നെ കൊല്ലാതെ വിടാം, എന്നെ ഒന്ന് കൊല്ലാതെ വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ വിട്ടിട്ടുണ്ട്. നേരെ പോയി ഒരു പിസ്സ വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് നേരെ പിസ്സ കോർണറിലോട്ട് പോയി. അവിടെയും അത് തന്നെ അവസ്ഥ. നിങ്ങൾ കേട്ടിട്ടില്ലേ, പാവി ചെല്ലുന്നിടം പാതാളം. അത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ അതിൻ്റെ വിഷമം മാറാനായിട്ട് ദേ പോകുന്നു ജിലേബി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ കാണുന്ന ജിലേബിക്ക് വളരെ കളറും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ സാധനം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ചൂട് ചൂട് ജിലേബികൾ ദേ ചുട്ടെടുത്ത് നേരെ നമ്മുടെ പഞ്ചസാര ലൈനിലോട്ട് ഇടാം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തിയുള്ള സ്ഥലം ഇത് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ. ഒരു ഈച്ചയുടെ ശല്യമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല സാധനമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ചേച്ചി, വിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ. ഈ സിങ്കുകാരൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് അയാൾ മാറുന്നില്ല. ഞാനാണ് അവിടെ ഫസ്റ്റ് വന്ന് നിന്നത്. പിന്നെ പോട്ടെ, വെറുതെ ഒരു അടി വാങ്ങണ്ടെന്ന് വിചാരിച്ച് ഞാൻ നൈസായിട്ട് അങ്ങ് മാറി. സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു മൺഡേ, ഹരിയാനയിൽ തന്നെ ഉള്ളായിരുന്നു. ഞാൻ ശരിക്കും ഹരിയാനയല്ല കേട്ടോ, അംബാലയാണ്. അവിടെ ഉള്ളൊരു മൺഡേ ബജാറാണ്. ഈ ഒരു ബജാറിൽ നമുക്ക് വില കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുന്ന ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമാണ് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റേ എന്താ പറയുന്നത്, വല്ല സെറ്ററോ അങ്ങനെയുള്ള തുണികളൊക്കെ എടുക്കാനെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ നമ്മളൊന്നും പോയിട്ടില്ല. വള കണ്ടപ്പോൾ ഞാൻ നൈസായിട്ട് അവിടെ അങ്ങ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി വള വാങ്ങിക്കൊണ്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അവിടെ കണ്ട ഞാൻ വള കേട്ടോ. ഇതിന് സെറ്റിന് 50 രൂപയാണ് ഇവിടെ പറയുന്നത്. തൊട്ട് മുകളിലും താഴേക്ക് 100-ഉം 120 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 50 മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഈ കാണുന്ന ഇതൊക്കെ 50 രൂപയുടെ സാധനങ്ങളാണ്. പിന്നെ നിങ്ങൾ കുറച്ച് മാറി ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇത് നല്ല നല്ല കളർ, പക്ഷേ ഇതിനേക്കാളും നല്ല കളക്ഷൻസ് ഞാൻ വേറെ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ നോർത്ത് ഇന്ത്യൻസ് അവരുടെ കല്യാണത്തിൻ്റെ ഭാഗവും പിന്നെ അല്ലാതെ ഈ കർവാച്ചോത്തോ അങ്ങനെയൊക്കെ ഇവർക്ക് പറയുന്ന ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇത്രയും വലിപ്പമുള്ള ഇതൊക്കെ ഇതൊക്കെ കുപ്പിവളകളാണ് കേട്ടോ. കുപ്പിവളകളാണ് സംഭവങ്ങളെല്ലാം. പല പല കളറിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. ജസ്റ്റ് ഒരു 2 ഇങ്ങനെ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത്. എന്തായാലും നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാം അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ആവശ്യക്കാർക്ക് വേണമുള്ളത് നോക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും നിന്നില്ല. കണ്ടോ, നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് തുണികൾ, അതായത് ഈ കാണുന്ന തുണികളൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മൾ വേറെ ഏതെങ്കിലും കടകളിൽ പോകുമ്പോഴത്തേക്കും 10, 400, 500 ഒക്കെ പറയുന്നത് ഇവിടെ നമുക്ക് 100, 150. ഇപ്പോൾ ഞാൻ ഒരു സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫുള്ള് പിന്നെ ഒരു സെറ്റിന് ഞാൻ സെയിം സാധനം ഒരു കടയിൽ ചെന്ന് ചോദിക്കുമ്പം 500 വില, ഇവിടെ 150 രൂപ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്താ കാര്യമൊന്നും അറിയാൻ വയ്യ, ഇത്രയും വില കുറച്ച് കിട്ടുന്നതിൻ്റെ കാര്യത്തിൻ്റെ ഇതൊന്നും എനിക്കറിയില്ല. സംഭവം താ നോക്കിക്കുക. അടുത്ത് പിന്നെ ഈ സെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ളും തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കുള്ള സെറ്ററും പിന്നെ മുതിർന്നവർക്കുള്ളതും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. സീസണബിളായിട്ടാണ് ഇതിൻ്റെ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എടുക്കണമെന്നൊക്കെ തോന്നി. പക്ഷേ മക്കൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാം ചെറുതായിരുന്നു കേട്ടോ. കുഞ്ഞു മക്കൾക്ക് ഏതാണ്ട് 1 വയസ്സ്, 2 വയസ്സ്, 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ സെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ ഞാൻ. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. മണവാളനും മണവാട്ടിയും ഈ അടുത്ത് നിൽക്കുന്ന കട്ടുറുമ്പ് ആരാന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ.
സംഭവം പിന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, അത് ഞാൻ പിന്നെ പറഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ ഒരു ക്ഷേത്രമാണ്, അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ തന്നെ ഉള്ളൊരു ക്ഷേത്രമാണ്. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഈ ഒരു ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും പോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കയറുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അടച്ചിട്ടേക്കാറാണ് പതിവ്. ഞാൻ എപ്പോൾ വന്നാലും ഈ ഒരു അമ്പലം എപ്പോഴും അടച്ചിട്ടേക്കാറാണ് പതിവ്. ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇവിടെ ഉള്ള എല്ലാ സ്ത്രീകളും തലയിൽ കൂടെയൊക്കെ ഷോൾ ഇട്ടിട്ടാണ് കയറേണ്ട. സംഭവം ഞാൻ ഷോളൊന്നും എടുക്കാതെ പോയതുകൊണ്ട് ഒരു ചെറിയൊരു ചമ്മൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും 2-3 പേരൊന്നും തലയിലൊന്നും ഷോൾ ഇട്ടിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, എപ്പോഴും തലയിൽ ഷോൾ ഇട്ടിട്ടാണ് ഇവിടുത്തെ പെൺകുട്ടികൾ ഇതിലോട്ട് കയറുക, അമ്പലത്തിലോട്ട് കയറുക കേട്ടോ. ഇത് നോക്കിക്കേ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അരയന്നമാണ്, എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്, സൂപ്പറല്ലേ? ഞാൻ ആദ്യം വിചാരിച്ചു എന്തോ പ്രതിമകൾ അവിടെ കൊണ്ട് വച്ചേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നി. പിന്നെ നോക്കുമ്പോൾ അത് ചെറുതൊക്കെ അനങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പോയത്. പക്ഷേ അടുത്ത് പോകാനുള്ള ധൈര്യമൊന്നുമില്ല, ഇതൊക്കെ കൊത്താനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ അമ്പലച്ചുറ്റും എല്ലാം നോക്കി. ഇവിടെ എല്ലാവരും ഒരു പ്ലേറ്റിൽ ഒരുപാട് ദീപമൊക്കെ കൊണ്ടുവന്ന് ഓരോ മൂർത്തിക്കും വയ്ക്കുമായിരുന്നു ചെയ്തിട്ട്. അതൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി ഒന്ന് തൊഴുതിറങ്ങി. ഒരുപാട് നാളായി ഒരമ്പലത്തിലൊക്കെ പോയിട്ട്, ഒരുപാട് നാളുകളായി. നോക്കിക്കേ, അതാ പോകുന്നുണ്ടോ അരയന്നങ്ങൾ, സൂപ്പറായിട്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? പിന്നെ തൊഴുതിറങ്ങി. പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ. ഞാൻ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ കാണിച്ചു തരാവേ. എന്തായാലും പോയതല്ലേ, എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് തന്നെ അങ്ങ് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളും നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ ഓരോ ദീപത്തിൻ്റെ അവിടെയും കുറച്ച് അവർ നമ്മുടെ ഈ കഴിക്കുന്ന ഒരു പൊരി ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളും പിന്നെ എന്തൊക്കെയോ അങ്ങനെ വെക്കുന്നുണ്ട്. ഓരോ മൂർത്തിയാണ് ഓരോ സ്ഥലത്തും വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതാണ് പ്രധാനപ്പെട്ട മൂർത്തി. ശിവനും ഹനുമാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇവിടെ നമുക്ക് മൂർത്തികളായിട്ട് ഉണ്ടായിരുന്നിട്ടുള്ള കേട്ടോ. ലക്ഷ്മി ദേവി ഒക്കെ ആയിരുന്നു. ഇവിടെ നമുക്ക് ലക്ഷ്മി ദേവിയാണ്. അപ്പോഴത്തേക്കും കുട്ടിക്ക് ഒരു ആഗ്രഹം, മണിയടിക്കാൻ, കറക്റ്റായിട്ട് മണിയടിക്കാൻ എന്നൊരു ശബ്ദം കുട്ടികളുടെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെയും ദേ പോകുന്നു അവൾ, വീണ്ടും അവൾക്ക് മണി അടിക്കണം. ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് പിടിച്ചു ചട്ടി തിരിച്ചു കൊണ്ടുവരുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ എന്തായാലും അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി കേട്ടോ. ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് കണ്ടവൻ എടുത്തുകൊണ്ട് വെച്ച ദീപത്തെ ഞാൻ എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഒരു ദീപം എടുത്തിട്ടില്ല. എന്തായാലും ദീപം വന്നതല്ലേ, ഒരു ദീപം വച്ചേക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് അണങ്ങി പോയ ഒരു ദീപത്തിനെ വിളക്ക് കത്തിച്ച് ഞാൻ നൈസായിട്ട് അവിടെ വച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ നോക്കിക്കുക, വീണ്ടും പോകാൻ നേരത്ത് എന്നാലും ഒന്നും കൂടെ അരയന്നത്തിനെ കാണാമെന്നൊക്കെ വിചാരിച്ച് വീണ്ടും ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സൂപ്പറാണ് കേട്ടോ, കാണാൻ നല്ല വ്യൂ ആണ്. അപ്പുറത്ത് നിന്ന് അരയന്നങ്ങൾ ഞാൻ തിരിച്ച് വന്നപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നല്ല കാണാൻ ഇതൊന്നും അല്ല കേട്ടോ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു ദൃശ്യം. പുറത്തിറങ്ങാൻ നേരത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ വന്നു. ഒരു വലിയൊരു മണി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആ മണി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമുള്ളൊരു ശബ്ദമാണ് നമുക്ക് അവിടെ കിട്ടുക. അത് നമ്മൾ എത്രയാണോ ആ ഒരു ഇതിൽ അത്രയേ ഉള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കരമുള്ള സൗണ്ട്, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പോഴും ആ ഒരു സൗണ്ട് വരുന്നത്. ഭയങ്കര വലിയൊരു മണിയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്ന രംഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഒരാളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അത് വേറൊന്നുമല്ല, നമ്മുടെ എൻ്റെ അടുത്ത് ചോദിച്ചു വ്ലോഗറാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എങ്കിൽ പിന്നെ ചേച്ചി ഇതിൻ്റെ അകം ഫുള്ള് നിങ്ങളങ്ങ് വീഡിയോ എടുത്തോ, എന്നിട്ട് എൻ്റെ കടയുടെ പേരും കൂടെ അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അത്രയ്ക്കും വലിയ വ്ലോഗറൊന്നും അല്ല, അതാണ് ഞാൻ കേരളത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി അതങ്ങ് എടുത്തോ, വീഡിയോ അങ്ങ് എടുത്തോ, കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു വിചാരിച്ച് അങ്ങനെ അവൻ പറഞ്ഞിട്ട് അവൻ്റെ ഷോപ്പ് എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ഭയങ്കര മനസ്സുള്ള ആൾക്കാർ, ചില ആൾക്കാരൊക്കെ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അവൻ പറഞ്ഞു ചേച്ചി ധൈര്യമായിട്ട് എടുത്തു എന്ന് പറഞ്ഞു. സൂപ്പർ കളക്ഷൻസാണ് കേട്ടോ ഉള്ളത്. ഹരിയാനയിൽ അംബാലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കട മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, ഈ പൂവുകളൊക്കെ നമ്മുടെ ഈ അലങ്കരിക്കാനുള്ള, അതായത് ഡോറിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെ സംഭവങ്ങളാണ് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ 2 പേര് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. മനുഷ്യന്മാരല്ല, ദേ നോക്കിക്കേ, നല്ല അലങ്കരിച്ച് വെച്ചേക്കുന്നത് കണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അതുപോലെ തന്നെ റംഗോലി, ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സൂപ്പറായിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു. അതിനപ്പുറം അവൻ കാണിച്ച മനസ്സ്, ഞാൻ പുറത്തു നിന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ദീദി അകത്ത് വന്നരാജോ എന്നൊക്കെ പറഞ്ഞു എന്നെ പിടിച്ചങ്ങ് അകത്ത് കയറ്റി എല്ലാം കറക്റ്റായിട്ട് എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വിളക്ക് സൂപ്പറല്ലേ.
കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ മാത്രം പ്രത്യേകതകളാണ് കേട്ടോ, ഇവിടുത്തെ മാത്രം ദിവസത്തിൻ്റെ പ്രത്യേകതകളാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ അത്യാവശ്യം നല്ല പ്രൈസ് കുറഞ്ഞിട്ടാണ് കേട്ടോ. ലഡു വരെ ദേ റെഡിമെയ്ഡായിട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്നോട് ചോദിച്ചു പേരെന്താണെന്നൊക്കെ ചോദിച്ചു, ചാനലിൻ്റെ പേരും. അങ്ങനെ അവിടെ നിന്ന് നൈസായിട്ടൊരു സബ്സ്ക്രൈബറേയും കൂടെ എനിക്ക്, ഇതാണ് പുള്ളി കേട്ടോ, ഇവനാണ് പുള്ളി. അപ്പോൾ ഇതാണ് അവൻ്റെ കട കേട്ടോ, ശ്രീ ബാല കേട്ടോ, ശ്രീ ബാല എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഈ നിങ്ങൾ ആരെങ്കിലും അംബാലയിലുള്ളവരാണെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് ഈ ഒരു വിസിറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ഫ്രണ്ട്സാണേ. പിന്നെ പറയണ്ടല്ലോ, പൊടിയരിച്ചെന്നാ വെടിയുടെ പൂരം പൊടിയരി കഞ്ഞി. ഇതേ നോക്കിക്കോ, ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചത്. അവർ നല്ല പോലെ ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ഭയങ്കര ആഘോഷമാണ് കേട്ടോ അവർക്ക്, നമ്മുടെ ഓണമൊക്കെ പോലെ കണ്ടോ. ഇവിടെയൊക്കെ നല്ല രീതിക്കാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് ഓരോ വീടും. അതായത് ദീപാവലി തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ വീടും ഇവിടെ ഇതുപോലെ ലൈറ്റുകളൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിക്ക്. സൂപ്പറായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാമല്ലോ, രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓരോ ടപ്പേ എന്നുള്ളൊരു ശബ്ദം, ഒന്നും കിടന്ന് ഉറങ്ങി വരുന്നു. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു താമരയുടെ വിത്താണ്. അത് താമരയുടെ വിത്തൊന്നുമല്ല കേട്ടോ, വെള്ളത്തിന്റെ അടിയിൽ വളരുന്ന ഏതോ ഒരു സസ്യത്തിന്റെ ഒരു ചെടിയുടെ സംഭവമാണ്. ഇതിവിടെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് സബ്ജി എന്തോ കറിയിലൊക്കെ വയ്ക്കാണ്ട് ഉപയോഗിക്കും, അല്ലാതെ ചുമ്മാ കഴിക്കാനും ഉപയോഗിക്കും. ദീപാവലി ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേട്ടോ. അതിൽ എനിക്ക് 2 ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചേ. അപ്പൊ ഞാൻ ഇത് പൊളിച്ച് കാണിച്ചു തരാവേ. എന്തോ പറയുന്നുണ്ടായിരുന്നു, എനിക്കത് കിട്ടുന്നില്ലായിരുന്നേ. ഞാൻ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. ഇതൊരുമാതിരി വെളുത്തുള്ളിയുടെ ഒരു ഇതാട്ടോ. ലവ് ഷേപ്പാട്ടോ ഇതിന് വരുന്നത് കണ്ടോ, നോക്കിയാൽ അറിയാം. നല്ലൊരു ലവ് ഷേപ്പാണ് സംഭവം. നീ നോക്കിക്കേ, ലവ് ഷേപ്പാണ്. ഞാനൊന്ന് മുറിച്ചപ്പോൾ എൻ്റെ നഖം കയറിക്കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നതേ. ദൈവത്തിന് സ്തോത്രം. കഴിച്ചിട്ട് നല്ല പറ്റുമെന്നൊന്നും അറിയാമോ കേട്ടോ. നോക്കാം, ഇതാണേ. എന്തടി രാവിലെ എണീറ്റ് തുടങ്ങിയാ? നമ്മുടെ മരച്ചിനിയില്ലേ, മരച്ചിനി കപ്പയുടെ സെയിം ടേസ്റ്റ് ആട്ടോ. കഴിക്കാൻ വലിയ ചെവയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആണ്. അങ്ങോട്ട് നോക്കും, അത് തന്നെ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ കേട്ടോ. നമ്മുടെ മരിച്ചിനി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാം, കുഴപ്പമില്ലെങ്കിൽ. ഇത് വെറുതെ കഴിക്കാനും നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ ഇവർ സബ്ജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. വ്രതം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടെ കർവാചോത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. ആ വ്രതം എടുക്കുന്ന സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ഈ സംഭവം ഉപയോഗിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ടാറ്റാ.